ഏതാണ്ട് 1.5 വർഷത്തോളം നീളുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം. ഇതിനൊടുവിൽ ഇപ്പോൾ പലസ്തീൻകാർ തന്നെ ഹമാസുകാർ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭമായിട്ടൊക്കെ രംഗത്ത് വരുന്നു. എങ്ങനെ കാണാം അതിനെ? ഓക്കെ. ഏതായാലും ട്രംപിൻ്റെ അതേപോലെ ഇസ്രായേലിൻ്റെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഹമാസിനെ ഒന്ന് തകർക്കണം. ഹമാസ് ഒരിക്കലും തകരില്ല എന്നൊക്കെ വളരെയധികം വീരവാദം മുഴക്കിയിരുന്നു ആൾക്കാർ. പക്ഷേ അതിനെല്ലാം അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 19-ാം തീയതി തന്നെ സീസ് ഫയർ പോകും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. 19-ാം തീയതി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ഇൻഫൻട്രി അതേപോലെ ആർട്ടിലറി എല്ലാം റെഡിയായി. അവിടെ കാര്യമായ മിലിറ്ററി ആക്ഷൻ നടന്നു. 48 അവേഴ്സിനുള്ളിൽ 970 പീപ്പിൾ 970 ആൾക്കാർ മരിച്ചു. അങ്ങനെ ഈ മരിച്ചവരുടെ സംഖ്യ 50,000 കടന്നുപോയി. അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ ഹമാസിൻ്റെ കയ്യിലുള്ള ആകെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരമുണ്ട്, കുറച്ച് ജീവനുള്ള ആൾക്കാരുടെയും ശരീരമുണ്ട്. ഈ ശരീരം വെച്ചിട്ടാണ് അവരുടെ യുദ്ധം. അതിപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും മനസ്സിലായി എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ആദ്യമേ വടക്കൻ ഗാസയിൽ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ജബാലിയ, അതേപോലെ ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹാനൂൻ മുതലായ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ പരക്കം പായാൻ തുടങ്ങി. പിന്നീട് അത് തെക്കൻ ഗാസയിലേക്കും ആക്രമണം ആരംഭിച്ചു. അപ്പോൾ ഖാൻ യൂനിസ്, റാഫ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇനി വലിയ രക്ഷയൊന്നുമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാരെ കിട്ടുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഞങ്ങൾ കയറിയെടുക്കുന്ന ഭൂമി, അനക്സ് ചെയ്തെടുക്കുന്ന ഭൂമി പിന്നെ തിരിച്ചു കിട്ടില്ല, അത് ഞങ്ങളുടേതായി മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വക നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഈ പഴയ ആൾക്കാരുണ്ടല്ലോ, ആദ്യം PLO ആയിരുന്നു, പിന്നെ അവർ അൽഫത്തയായി, പിന്നെ പാലസ്റ്റീൻ അതോറിറ്റിയായി. അപ്പോൾ പാലസ്റ്റീൻ അതോറിറ്റി മുഹമ്മദ് അബ്ബാസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അവർ പറയാൻ തുടങ്ങി ഈ പോക്ക് വളരെ ഡേഞ്ചറസ് ആണ്. പാലസ്തീൻ എന്ന് പറയുന്ന പാലസ്തീനിയൻ ജനത എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. കാരണം ഇസ്രായേൽ ഇത് ഗാസയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ അനക്സ് ചെയ്യുന്ന ഭൂമി തിരിച്ചു തരില്ല, അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനിയൻ പീപ്പിൾ എന്നുള്ള ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്കാണ് പോണേ. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് കമ്പാഷൻ, കാരുണ്യത്തിൻ്റെ പേരിലെങ്കിലും നിങ്ങൾ ഹമാസുകാർ ഇവിടെ നിന്നും പോകണം. ഇവിടുത്തെ കുട്ടികളുടെയും ഇവിടുത്തെ സ്ത്രീകളുടെയും അതേപോലെ തന്നെ ഇവിടുത്തെ പുരുഷന്മാരുടെയും എല്ലാവരുടെയും ആബാലവൃത്തം ജനങ്ങളുടെ കാര്യം പരിഗണിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഗാസ വിട്ടു പോകണമെന്ന് പാലസ്റ്റീനിയൻ അതോറിറ്റി പറഞ്ഞു. അത് ആൾക്കാരെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം പാലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ആരും ഹമാസിനെ പറ്റി മോശമായിട്ട് പറയാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ 50,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പാലസ്തീൻകാർ തന്നെ ജാഥ നടത്താനായിട്ട് തുടങ്ങി. വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കാൻ തുടങ്ങി. അവർ യെസ് ടു പീസ്, നോ ടു വാർ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ പാലസ്റ്റീൻ എന്ന് പറയാൻ തുടങ്ങി, അതേപോലെ ഹമാസ് ടെററിസ്റ്റ് എന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെ പലതരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തുടങ്ങി. അപ്പം മുഖം മൂടി അണിഞ്ഞ കുറേ ഹമാസുകാർ വന്ന് അവിടെ ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. പക്ഷേ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു കൾച്ചർ വെച്ച് അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ പ്രതിഷേധമോ പ്രകടനമൊന്നും നടക്കാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്ക് തലയുടെ പിന്നിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഭരണം. അപ്പോൾ ആരും അതിന് ധൈര്യപ്പെടാറില്ല. സദ്ദാം ഹുസൈൻ്റെയോ ഗദ്ദാഫിയുടെയോ ഹാഫിസ് അൽ അസാദിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നീട് ബാഷർ അൽ അസാദിൻ്റെയൊക്കെ ഭരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഭരിക്കുമ്പോൾ അവർ ഒരു ദൈവപുരുഷനെ പോലെ, ദേവനെ പോലെയാണ് നടക്കുക. അവരെ പറ്റി ആരും ഒന്നും മിണ്ടാറില്ല. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ അവരുടെ ട്രൈബ്സ് ഉണ്ടായിരിക്കും. ഈ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ ആയിപ്പോകാനുള്ള ഒരു പ്രശ്നം അവിടുത്തെ ട്രൈബൽ കൾച്ചറാണ്. ഏതെങ്കിലും ഒരു ട്രൈബിൻ്റെ ആൾ വന്നിട്ട് നേതാവിൻ്റെ രാജ്യത്ത് ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ട്രൈബിലുള്ള എല്ലാവരും ബ്ലൈൻഡായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് അദ്ദേഹം മരണം വരെ പിടിച്ചു നിൽക്കും. പക്ഷേ അവസാനം വന്നു കഴിയുമ്പോൾ അവരാരെങ്കിലും തട്ടിക്കളയിലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗദ്ദാഫിയുടെയും സദ്ദാം ഹുസൈൻ്റെ കാര്യം കണ്ടല്ലോ, അവരുടെ അവസാനം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഹമാസിനും ഒരു ദയനീയമായ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. കാരണം ജനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ അവരുടെ റംസാൻ്റെ സീസണാണ്. അവിടെ ഭക്ഷണമില്ല, ഭക്ഷണപാനീയങ്ങളോ ഒന്നുമില്ല. ആകെ വീഴുന്നത് ബോംബ് മാത്രമേ ഉള്ളൂ. ബോംബ് ഒഴിച്ച് വേറൊരു കാര്യത്തെപ്പറ്റി ഉറപ്പില്ല. ബോംബ് എപ്പോഴും ഉറപ്പുണ്ട്. അങ്ങനെ ഇത്രയും ആൾക്കാരും കൂടി മരിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഹമാസിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഹമാസിനെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പ്രയാസമാണ്. കാരണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൾച്ചർ വെച്ചിട്ട് അവർ ഭരണത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ യാതൊരു എതിർപ്പും പാടില്ല. എതിർപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടില്ല. എതിർക്കാനൊരവസരം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ പോയി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ അവർക്ക് വലിയ അവിടെ ചാൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. പിന്നെ ഈ പാലസ്റ്റീനിയൻ അതോറിറ്റി ആദ്യം തള്ളി പറഞ്ഞു, ഇപ്പോൾ പാലസ്റ്റീനിയൻ ജനത തള്ളി പറഞ്ഞു. പിന്നെ അറബികൾക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല.
പിന്നെ ഇവരുടെ കേസിൽ, ഈ ഹമാസിൻ്റെ കേസിലാകെ താല്പര്യം എടുക്കുന്നത് ഇറാനാണ്. ഇറാൻ വാസ്തവത്തിൽ താല്പര്യം എടുക്കുന്ന പറഞ്ഞാൽ ഇസ്രായേലിനോടുള്ള ശത്രുത കൊണ്ടാണല്ല, ഈ ഹമാസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഹമാസ് സുന്നിയാണ്, ഇറാനാണെങ്കിൽ ഷിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇറാൻ എപ്പോഴും ഷിയ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്, മറ്റു താല്പര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു രീതിയിലും അവർ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ ഇസ്രായേലിനോടുള്ള വെറുപ്പ് മൂലമാണ് ഇവർ സഹായിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിനോടുള്ള വെറുപ്പ് കൊണ്ട് ഹിസ്ബുള്ളയുടെയും സപ്പോർട്ട് കിട്ടും ഹമാസിന്. അതേപോലെ ഹൂത്തികളും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷേ അവർക്കൊന്നും അവിടെ ഇരുന്നുകൊണ്ട് ഈ ഹമാസിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇനി ഹമാസിന് കാര്യമായ ഭാവി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ കേരളത്തിലുള്ള ഈ ഹമാസ് ആരാധകരും ഇത് തിരിച്ചറിയണം. കാരണം ഇസ്മായിൽ ഹാനിയെ, യാഹിയ സിൻവർ, ഹസൻ നസറുള്ളയൊക്കെ നമ്മുടെ ചില ആൾക്കാരുടെ വലിയ ഹീറോസായിട്ട് ആണ് കാണപ്പെടുന്നത്. നമ്മൾ തൃത്താല കണ്ടു, കോഴിക്കോട് അത് കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആന പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പാലസ്തീനിൽ ഇനി ഹമാസിന് വലിയ ഭാവിയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മുടെ മലയാളികൾ ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാർ, ഈ പാലസ്തീൻകാർ കുറച്ചുകൂടെ മുമ്പേ ഈ പ്രതിഷേധം നടത്തണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ യുദ്ധം അല്ല, പ്രതിഷേധം നടത്തണമായിരുന്നു. പക്ഷേ പ്രതിഷേധം നടത്തണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അന്നൊക്കെ ഈ മെഷീൻ ഗൺ പിടിച്ച് നടക്കുന്ന ഹമാസുകാരാണ്. അപ്പോൾ ഹമാസിൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പേര് എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം മെഷീൻ ഗൺ വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അവർ പാലസ്തീൻ അതോറിറ്റീനെ ഓടിച്ചു വിടുന്നത്. പാലസ്തീൻ അതോറിറ്റിക്ക് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് നേച്ചർ അല്പം ഉണ്ടായിരുന്നു, അതേപോലെ ടോളറൻ്റ് ആയിരുന്നു. പക്ഷേ അവർ ഈ ഹമാസുകാർ ഓടിച്ചു കളഞ്ഞു. 2007 മറ്റോ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരൊരിക്കലും മാറിയിട്ടില്ല. സാധാരണ നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ആണെങ്കിൽ 4 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഏത് രാജ്യത്ത് എടുത്താലും 6 വർഷത്തിൽ കൂടുതൽ ഒരു ഡെമോക്രസിയിലും ഭരിക്കാൻ കഴിയില്ല. പക്ഷേ 2007 കയറിയിട്ട് ഇതുവരെ അവരങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവരൊരാളെയും അടുപ്പിക്കുന്നില്ല. അവിടെ ആകെ ഇവരോട് എന്തെങ്കിലും പറയാനോ എതിർക്കാനോ കഴിവുള്ള ഒരു പലസ്തീൻ അതോറിറ്റിയാണ്. അവരെയും ഓടിച്ചു. അവർ പോയി വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കുറേ ഭാഗത്തിൻ്റെ ഭരണകൂടം അവർ കൺട്രോൾ ചെയ്യുന്നു. അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു, ഇസ്രായേലുമൊക്കെ ആയിട്ട് യോജിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഹമാസ് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും അവർ ഒരുവിധമൊക്കെ യോജിച്ചു പോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 50,000-ഓളം പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ഇനി പുതിയ തലമുറ, അതായത് ഭാവിയിലെ കുട്ടികളെ കൂടി കൊല്ലപ്പെട്ടു, അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതെ അതെ, ഒരുവിധം ഒക്കെ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കും. കാരണം പലവിധ ചിന്താഗതികളുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ 72 ഹൂറികളുടെയൊക്കെ പ്രശ്നം പറയുമല്ലോ. അപ്പം അങ്ങനെ പലതും ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചേക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മരിച്ചു പോകുന്നത് വലിയ കാര്യമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട്. അതായത് അവർ രക്തസാക്ഷികളാകും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ആ ചിന്തകൾക്കൊക്കെ ഒരു ലിമിറ്റ് വിടുമ്പോഴേ, ഇപ്പോൾ ഇവിടെ 50,000 അല്ല 50 പേരാണ് മരിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ രക്തസാക്ഷികളായിട്ട് ഈ പറഞ്ഞോണം ഫോട്ടോയും പിടിച്ചൊക്കെ നടന്നേനെ. ഈ 50,000 കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവരുടെയും കൺട്രോൾ പോയി. അപ്പോൾ അതുകൊണ്ട് ഹമാസിൻ്റെ ഈ വീരശൂര പരാക്രമത്തിൽ ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ അവരെ തള്ളി പറയുകയാണ്. അതായത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസിനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതാണ് അവസ്ഥ.